ജനസേവന പാതയിൽ ഒരു പടി കൂടി കടന്ന് ചെറുവത്തൂർ കൈതക്കാട് വനിതാ ലീഗ് കമ്മിറ്റി പൊതുജനങ്ങൾക്ക് ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടെ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ വനിതാ ലീഗ് കമ്മിറ്റി ഓഫീസിൽ ഏർപ്പെടുത്തി. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. ഏറെ സന്തോഷകരമായ നിമിഷത്തിലാണ് നമ്മളുള്ളത്. കുറേ മാസങ്ങളോളായി നമ്മൾ ആഗ്രഹിക്കുന്നു വനിതാ ലീഗിൻ്റെ ഒരു ഓഫീസ് നമുക്ക് വേണമെന്നുള്ളത്. അതിന് മാഷാഅല്ലാ നമ്മുടെ മുസ്ലിം ലീഗ് കമ്മിറ്റിയും KNCC കമ്മിറ്റിയുടെയും സഹകരണത്തോടു കൂടി വളരെ ഉത്സാഹത്തോടു കൂടിയും അവർ നല്ല എനർജറ്റിക് ആയിട്ടായിരുന്നു നമ്മുടെ പിറകിൽ അവരുണ്ടായത്. അൽഹംദുലില്ലാ അതിൽ പ്രയത്നിച്ച വനിതാ ലീഗിൻ്റെ പ്രവർത്തകരെല്ലാവർക്കും അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അല്ലാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. വയോധികരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഗ്രാമീണർക്ക് ചെറുവത്തൂർ ടൗണിലേക്ക് പോകാതെ കൈതക്കാട് ജംഗ്ഷനിൽ തന്നെ സേവനം ലഭിക്കുന്ന തരത്തിലാണ് പുതുതായി തുറന്ന വനിതാ ലീഗ് ഓഫീസിൽ സംവിധാനങ്ങൾ ഒരുക്കിയത്. കൈതക്കാട് ശാഖ വനിതാ ലീഗ് ഓഫീസ് ഉദ്ഘാടനവും ജനസേവാ കേന്ദ്രത്തിന്റെ സമർപ്പണവും വനിതാ ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷംസീറ മുഹമ്മദ് അലി നിർവഹിച്ചു. മുസ്ലിം ലീഗ് കൈതക്കാട് ശാഖാ കമ്മിറ്റി, ദുബായ് KMCC എന്നിവയുടെ സഹകരണത്തോടെയാണ് വനിതാ ലീഗ് കമ്മിറ്റിക്ക് കൈതക്കാട് ശാഖയിൽ ഓഫീസ് പൂർത്തീകരിച്ചത്. ഓഫീസ് ഉദ്ഘാടനവും ജനസേവാ കേന്ദ്രം സമർപ്പണവും വനിതാ ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷംസീറ മുഹമ്മദ് അലി നിർവഹിച്ചു. കൈതക്കാട് ശാഖ വനിതാ ലീഗ് പ്രസിഡന്റ് VK താഹിറ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P ആമിന, വനിതാ ലീഗ് ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CK സുലൈഖ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TK ഫൈസൽ, CK ഷബീറ, CK മുംതാസ്, മുന്നംഗം MTP ബുഷ്ര, മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം ട്രഷറർ ലത്തീഫ് നീലഗിരി, പഞ്ചായത്ത് സെക്രട്ടറി SA ഷിഹാബ്, കൈതക്കാട് ശാഖാ പ്രസിഡന്റ് VK ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.